സ്ട്രേറ്റ് ആയിട്ട് ചോദിക്കട്ടെ, ഇടുക്കിയുടെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ വിജയപരാജയത്തെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ സഭകളാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇടുക്കി രൂപതയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇടുക്കി രൂപതയിലെ വോട്ടർമാരുടെ വോട്ട് ഇത്തവണ BDJസിനായിരിക്കും എന്ന് ഉറപ്പിച്ചു. അവർ തീർച്ചയായിട്ടും ചെയ്യുമെന്ന് തന്നെയാണ്. അതിൽ കേരള സ്റ്റോറി ഒരു നിർണായക ഘടകമാണോ? കേരള സ്റ്റോറി മാത്രമല്ല, കേരള സ്റ്റോറി എന്നുള്ളത് അവർ ഇപ്പം സഭാ മേലധ്യക്ഷന്മാരൊക്കെ താഴെ തട്ടിലേക്ക് അവർക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്ന ആളുകളാണ്. അപ്പം അവരുടെ സൊസൈറ്റിയിൽ എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് ധാരണയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സമൂഹ വിപത്തിനെതിരെ അവർ ആ ഒരു മെസ്സേജ് കൊടുക്കാൻ വളരെ സത്യസന്ധമായി ചോദിച്ചോട്ടെ, ഇപ്പം സംഗീതയെ പോലെയുള്ള ഒരു അഡ്വക്കേറ്റായ ഇത്തരം സാമൂഹിക കാര്യങ്ങളെ വിശാല കാഴ്ചപ്പാടുള്ള ഒരാളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ? സത്യസന്ധമായി, രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തെ മുൻനിർത്തി പറയരുത്, സത്യസന്ധമായി. അല്ല, സത്യസന്ധമായിട്ട് കാര്യം കോടതിയുടെ മുന്നിലോ സർക്കാരിൻ്റെ മുൻപിലോ അങ്ങനൊരു കണക്ക് രേഖാമൂലം ഇല്ല. അല്ല, കണക്ക് ഇല്ല എന്നല്ല, അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പം അഖില എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സഹോദരിയാണ്. ഞാൻ അവരെ വീട്ടിൽ പോയതാണ്. അവർ അമ്മയോടൊക്കെ കണ്ട് സംസാരിച്ചതാണ്, അച്ഛനോട് കണ്ട് സംസാരിച്ചതാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ഒരു അടുത്ത ബന്ധു ഇത്തരത്തിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇതൊക്കെ പലപ്പോഴും വളച്ചൊടിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ചില വിഷയങ്ങളിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല തെളിവുകളും അവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ഇപ്പം നമുക്കറിയാലോ, കോടതിയിൽ വരുമ്പോൾ തെളിവാണ് ആവശ്യം. ആ തെളിവുകളിലേക്ക് ചിലപ്പോഴൊക്കെ എത്തിപ്പെടാനായിട്ട് ചില സമയങ്ങളിൽ സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്നാലും എനിക്കറിയാലോ, ഒരുപാട് രേഖകൾ ഇന്നും കിടപ്പുണ്ട്, ഇന്ന് പല പോലീസ് സ്റ്റേഷനിലും കിടപ്പുണ്ട്. അതായത് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് ഈ ഇടുക്കി മണ്ഡലത്തിൽ BDJസിന് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പിൽ. ഉണ്ട്. കാരണം ജനങ്ങൾ തിരിച്ചറിയുന്നു. കാരണം ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭയായാലും അവരുടെ അച്ഛന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലവ് ജിഹാദിനെതിരെ അല്ലെങ്കിൽ അതിന് ജാഗ്രത കാണിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. SNDP യോഗവും അത് ഒരു തീരുമാനമെടുത്ത് വർഷങ്ങൾക്ക് മുന്നേ. അതായത് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ 2200-ലധികം ആളുകൾ ഇപ്പോൾ ഹിന്ദു മതത്തിൽ നിന്നോ ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ ഒക്കെ ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഹിന്ദു മതത്തിലേക്കും ഏകദേശം സമാനമായ ആളുകൾ കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് മതപരിവർത്തനത്തിലൂടെ, പ്രണയത്തിലൂടെ മതപരിവർത്തനം നടത്തിയവർ എല്ലാ മതങ്ങളിലുമുണ്ട്. അതിനകത്ത് അസ്വാഭാവികത ഒന്നുമില്ല എന്നതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞത്, VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞു. മതപരിവർത്തനത്തിലേക്കല്ല, മതപരിവർത്തനത്തിൻ്റെ ഒരു മറവിൽ ഒരു ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് പോകുമ്പോഴാണ് വിഷയം വരുന്നത്. അതാണ് ഇവിടെ പ്രശ്നം. മതമേതായാലും വിഷയമല്ല, പക്ഷെ മതമല്ല നമുക്ക് ഇവിടെ അത് ഒരു ഈ രാജ്യത്തിൻ്റെ സുരക്ഷത്തെ തന്നെ ബാധിക്കത്തക്ക രീതിയിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അസച്ച് ലവ് ജിഹാദ് ഉണ്ടെന്ന് നമുക്ക് കോടതി വ്യവഹാരങ്ങളിലൂടെ പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു അഭിഭാഷക ആയതുകൊണ്ടാണ്. കോടതി വ്യവഹാരങ്ങളിൽ ഇപ്പൊ നിൽക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും ഇപ്പൊ പല കേസുകളും നിൽക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും പൂർണ്ണത വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ശരി, ഇപ്പം ഈ വോട്ടർമാരെ കാണുന്ന സമയത്ത് വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം എന്താ? അവർക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ അവർ? തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇന്ന് പ്രത്യേകിച്ച് യുവതലമുറ നരേന്ദ്രമോദിജിയെ ഒരു ഗ്രേറ്റ് ലീഡറായിട്ട് കാണുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ അവരൊക്കെ പെട്ടെന്നുള്ളത് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ഞങ്ങൾ അത് ചെയ്യും, 10-20 വർഷം കഴിഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ദ്രുതഗതിയിലുള്ള ഡെവലപ്മെന്റ്, ആ ഡെവലപ്മെന്റ് ജനങ്ങൾ ആഗ്രഹിക്കും. മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് സംഗീതയും ഈ വോട്ടർമാരോട് പറയുന്നത്. അപ്പോൾ ആവേശകരമായ ഒരു പ്രതികരണം കിട്ടുന്നുണ്ടോ പല സ്ഥലങ്ങളിലും? ഒരുപാട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 പ്രാവശ്യം ഇതിനു മുന്നേ തെരഞ്ഞെടുപ്പിൽ നിന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരും ഓടി വന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ഇപ്രാവശ്യം മോദിക്കാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഇത്തവണ വന്നിട്ടുണ്ട്. ഒരു മോദി ഇമേജ് ബൂസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അതെ, ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ വോട്ട് ചോദിക്കാൻ പോകുന്ന ഘട്ടത്തിലടക്കം ഈ LDFിൻ്റെ ആണെങ്കിലും UDFിൻ്റെ ആയാലും വേറൊരു വിധത്തിലുള്ള പ്രചരണം ഉണ്ടല്ലോ. ഇപ്പം ന്യൂനപക്ഷ വിരുദ്ധമാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. BDJസിൽ നിന്ന് പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും നിങ്ങളുടെ ആശയങ്ങൾ ഇപ്പോൾ SNDPയുടെ ആശയങ്ങളുമായി യോജിച്ചു പോകുന്നതാണോ ഇത്തരത്തിലുള്ള ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട മതസമുദായ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള ചില ഇടങ്ങളിലെ സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങൾ? ഞാൻ BJP എന്നല്ല, സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയമാണ് പറഞ്ഞത്. അതും BDJസും തമ്മിൽ ഒരുമിച്ച് പോകുന്നത് എങ്ങനെയാണെന്ന് പലപ്പോഴും മനസ്സിലാവാതെ പോകുന്നുണ്ട്. അല്ല, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് BDJസിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം, അത് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുത്തേ പറ്റും. അവർ മനുഷ്യരാണ് എന്നുള്ള ചിന്തയാണ് BDJസിന്.
അത് തന്നെയാണ് BJP-യുടെയും രാഷ്ട്രീയം എന്ന് തന്നെയാണ് ഈ ദേശീയത ഉൾക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം അത് തന്നെയാണ് ഞങ്ങളുടെയും രാഷ്ട്രീയം എന്ന് തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് BJP ആയാൽ പോരെ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് കരാട്ടെ മാസ്റ്റർ അല്ലല്ലോ, പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ? അല്ല, 1-2 ക്ലാസ് എടുത്തുള്ളൂ. 1-2 ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കരാട്ടെ താരം കൂടിയായ അല്ലെങ്കിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കൂടിയായ സംഗീത വിശ്വനാഥ് ഒരു സ്റ്റെപ്പ് പഠിപ്പിച്ചാലോ, ഒരു പഞ്ച് പഠിപ്പിച്ചാലോ എങ്ങനെ ഉണ്ടാവും? എങ്ങനെയാ, എന്താ ഇതിന് പറയാ? ഇതിന് ബേസിക് പഞ്ചിന് എന്താ പറയാ? ഈ പഞ്ച് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുന്നു. ഹായ് ഇടിച്ചു അല്ലേ? ഇത്തവണ ആരെ ഇടിച്ചിടും എന്നതാണ് ചോദ്യം. അപ്പോൾ സംഗീത വിശ്വനാഥ്, ഓൾ ദി ബെസ്റ്റ്. ഒരു ഭാഗത്ത് ഡീൻ കുര്യാക്കോസ്, മറുഭാഗത്ത് ജോയ്സ്, സംഗീത വിശ്വനാഥും കൂടി കളത്തിലിറങ്ങി കഴിഞ്ഞു. ഇനി ഈ ട്രാക്കിൽ ഓടുന്നവരെ പോലെ ആരായിരിക്കും ഏറ്റവും ടോപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ്. പഞ്ചോടുകൂടി ഇടിച്ചിടുമോ എന്നതാണ് ചോദ്യം. പക്ഷേ ഇടുക്കിയിൽ ഇത്തവണ BJP-യുടെയും BDJSന്റെയും വോട്ട് ഷെയർ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ചില നിരീക്ഷകർ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും അത് കൂടിയിരിക്കും, ജയിക്കും എന്നൊരു ആത്മവിശ്വാസമാണ്. അപ്പോൾ